നമസ്കാരം. അപ്പോൾ നമ്മുടെ കുസൃതികളും അതേപോലെ അനുഭവങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ ചാറ്റ് ഇവിടെ തുടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. കുസൃതികളും അതുപോലെ അനുഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാ ആഴ്ചവും നിങ്ങളിങ്ങനെ വന്ന് നമ്മുടെ ഈ പ്രോഗ്രാം കാണുമ്പോഴേക്കും ആലോചിക്കാറുണ്ടല്ലോ എന്തായിരിക്കും ചോദിക്കുക എന്നൊക്കെ അല്ലേ. അപ്പോൾ അതുപോലെ ഈ ആഴ്ച ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ വേണ്ടി പോകുന്നത്, നമുക്കറിയാം കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളെ ഏപ്രിൽ 1-ാം തീയതിയാണ് അല്ലേ. ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിലാണ്. ഏപ്രിൽ 1-ാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഏപ്രിൽ നമ്മളെ ഒരാളെ ഫൂളാക്കുന്ന ദിവസം, മണ്ടന്മാരുടെ ദിവസം എന്നൊക്കെ പറയും. അങ്ങനെ ഫൂളാക്കിയ അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടാവും അല്ലേ. ഒരുപാട് ചിലപ്പം കുറച്ചെങ്കിലും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഫൂളാവാത്തവർ വളരെ അപൂർവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക ചോദിക്കാൻ പോകുന്നത് ആ ഒരു ഏപ്രിൽ ഫുൾ അനുഭവമാണ്. ഏപ്രിൽ ഫുള്ളെന്നുള്ള അനുഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് പ്രാവശ്യം എനിക്ക് ഞാൻ ഫുള്ളായിട്ടുണ്ട്, 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട്. അതിലേറ്റവും എനിക്ക് എന്നും ഓർക്കാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് ക്രിക്കറ്റിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ ജില്ല വരെ ഞാൻ കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റേറ്റിൽ സെലക്ഷൻ Under-19 സെലക്ഷന് പോയി കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയാം, അത് സെലക്ഷന് പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാം. ഇപ്പോൾ അവർ എന്നെ വിളിച്ചു, അതായത് ഏപ്രിൽ 1-ാം തീയതി വിളിച്ചു. പക്ഷേ എനിക്ക് അതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. എടാ നിനക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് വരണം, എത്ര മണിക്ക് ട്രെയിൻ ഇടുന്നതാണ്. ഞാനത് കേട്ടവിടെ അപ്പം തന്നെ എടുത്ത് വേറെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി. റെയിൽവേ സ്റ്റേഷൻ വരെ പോകുമ്പോഴത്തേക്കാണ് സംഭവം എന്നെ വിളിച്ച് പറഞ്ഞടാ അന്ന് 1-ാം തീയതിയാണ് നിന്നെ ഞങ്ങൾ ഫൂളാക്കിയെന്നാണ് കാരണം. അപ്പോൾ എനിക്ക് കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അത് ആലോചിക്കുമ്പോൾ ഒരു നല്ലൊരു സ്വീറ്റ് മെമ്മറി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്ന വിചാരിക്കും. സോ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്, കുറച്ച് വൈകി എത്താൻ, എന്നാലും കുഴപ്പമില്ല, ഒരുപാട് ആൾക്കാരുണ്ടാവുന്ന വിചാരിക്കുന്നു. നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോട് ഡയറക്റ്റ് ചോദിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചെക്കന്മാർക്കും മറ്റേ എന്താ പറയുക യുവാക്കൾക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവമുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. പേര് സൈഫുദ്ദീൻ, സംഗീത്, മുഹമ്മദ് ഷാഫി, അഹദ്, മിൻഹാജ്, ബാബു. എവിടെ സ്ഥലം എവിടെ? ഞാൻ പെരിന്തൽമണ്ണ. എൻ്റെ ആലപ്പുഴ, വളാഞ്ചേരി, പെരിന്തൽമണ്ണ, ഇടവണ്ണപ്പാറ, മലപ്പുറം ഏരിയ. എന്ത് ചെയ്യുന്നു എല്ലാവരും? ഞാൻ സൗദിയിലാണ്. ഇന്ത്യൻ ഡിസൈനിങ് പഠിക്കാം. ഇന്ത്യ ഡിസൈനിങ് ഞാൻ പഠിക്കാണ്. ഗൾഫിലാണ്. നാട്ടിലേക്ക് വന്നിട്ട് എത്ര? നാട്ടിൽ വന്നിട്ട് 3 മാസമായി. യെസ്. തിരിച്ചു പോകണമെന്നില്ല, ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ നിൽക്കാന്ന് വിചാരിച്ചു. അല്ലല്ല, പോകുന്നുണ്ട്. നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ നാട്ടിൽ നിന്ന് എൻജോയ് ചെയ്ത് ജീവിക്കുമ്പോൾ അത് കാണുമ്പോൾ തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോ? ഇടയ്ക്ക് അവിടെ പോയാൽ 5-6 മാസം കഴിഞ്ഞ് അങ്ങോട്ട് വരും. എന്നാലും അവിടെ പോയാൽ പൈസ ഇല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാൻ തോന്നും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ പഴയ ജീവിതം മതി എന്ന് വിചാരിക്കും അല്ലേ. അവിടെ രസമാണ്, എൻജോയ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്നാലും അവിടെ രസമാണ്, അവിടെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇല്ലല്ല, 4 കുട്ടികളുണ്ട്. ഒരിക്കലും കണ്ടാൽ പറയില്ല കേട്ടോ, ആ ഫോട്ടോ ഒന്ന് ശരിക്കും സൂം ചെയ്യും. 4 കുട്ടികളുള്ള ഉപ്പയാണ് അല്ലേ, ഒരിക്കലും പറയില്ല കേട്ടോ. നിങ്ങൾ കളിയാക്കാറുണ്ടോ ഇങ്ങനെ കല്യാണം അടുത്തൊക്കെ കൂടെ നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ ഒരുമിച്ച് നടക്കുമ്പോൾ? അല്ല, അത് കല്യാണം കഴിച്ചു, അതൊക്കെ ബാച്ചിലറാ. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഫ്രണ്ട്സിലെല്ലാവരും നടന്നു പോകുമ്പോൾ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ചേട്ടനെ മാത്രം നോക്കുകയാണെങ്കിൽ ഇവന്മാര് പറയും ബാക്കിന്ന് ഇത് കല്യാണം കഴിഞ്ഞാന്ന് പറയും. അതൊക്കെ ഉണ്ട്. ഞാൻ പറയാറില്ല കല്യാണം കഴിഞ്ഞാന്നുള്ളത്, എല്ലാരും എന്നെ നോക്കാറ്, ഒരു മൈൻഡ് ചെയ്യില്ല. അത് അങ്ങനെ നോക്കി കഴിഞ്ഞവര് പാര വെക്കുമെന്ന് ചോദിക്കുക. ഉണ്ട്, വേറെ വെക്കാറുണ്ട്. ഉണ്ട്. അത് എല്ലായിടത്തുള്ള സംഭവമാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഏപ്രിൽ 1-ാം തീയതി ആവാറായി, ആ ദിവസം പ്രത്യേകത അറിയാലോ. പിന്നെ ഇവൻ ജനിച്ച ദിവസം, അവൻ ജനിച്ച ദിവസം ഇത് 1-ാം തീയതി. അല്ല ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. ഏപ്രിൽ 1-ാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ 1 അല്ല, എൻ്റെ ജനുവരി 31. ഏപ്രിൽ 1-ാം തീയതി എന്താന്ന് പ്രത്യേകം അറിയില്ലേ? അതെന്തായാലും ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് ആൾക്കാർ ആ ഒരു ദിവസം നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്, ചിലപ്പോൾ പറ്റിക്കപ്പെടാറുണ്ട്, നമ്മൾ പറ്റിക്കാൻ വേണ്ടി അവരെ ശ്രമിക്കാറുണ്ട് അല്ലേ. ഓരോരുത്തരുടെ ഓർമ്മകൾ എന്താണ്? ഓർമ്മകൾ ആ ഒരു എങ്ങനെ ഏപ്രിൽ ഫുൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്കിയിട്ടുണ്ടോ? ഒരുപാട് ആക്കിയിട്ടുണ്ട്, ഒരുപാട് ആയിട്ടുണ്ട്. അല്ല, എനിക്ക് പിന്നെ ഗൾഫിൽ അങ്ങനെ പിന്നെ ചില ഫേസ്ബുക്കിലൊക്കെ ചില 1-2 വർഷമൊക്കെ ചിലപ്പോൾ അറിയാതെ നമ്മൾ ഏപ്രിൽ അത് ആ ഡേ ഓർക്കാതെ വന്നിട്ടുണ്ട്. അനുഭവിച്ച് പറഞ്ഞുതരാം, ചോദിച്ചു. അല്ല, എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ വെച്ച് എന്നെ ഒരിക്കൽ പരിചയമുണ്ട്. ഏപ്രിൽ ഫുളിൻ്റെ അന്ന് ഒരു അർജൻറ്റ് കോള് വേണം പിന്നെ വന്നിട്ട് പിന്നെ. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന വെച്ചാൽ
വീട്ടിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിലെന്തോ അത്യാവശ്യമായിട്ട്. പക്ഷെ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരെല്ലാവരും കൂടി എന്നെ ഒരുമിച്ച് പറ്റിച്ച് ഞാൻ ഭയങ്കര ടെൻഷനായി. എനിക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആരെയും ഫുൾ ആക്കിയിട്ടില്ലേ? ഫുൾ ആക്കിയിട്ടുണ്ട്, അല്ലാതെ അനുഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. റേറ്റ് ആക്കിയിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഒരാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് അത്രേ ഉള്ളൂ, പേടിപ്പിച്ചു അത്രേ ഉള്ളൂ. നമ്മള് അധികം ഫോണിലേക്ക് ആള് വന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കണ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് വിളിക്കും. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. വിട്ടിട്ടുണ്ടോ? എന്നിട്ട് പേടിച്ച് പോയോ? ഇല്ല, പോയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ രാവിലെ എണീച്ച പാടെ കരം കോള് വരിക. അപ്പോൾ ചെന്ന് നോക്കും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ വിളിച്ച് പറയും. അത് പിന്നെയാണ് ഒരു വട്ടം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഇച്ചിരി സീരിയസ് ആയി പോയി. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെല്ലാവരും കൂടി ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന്, റോഡിൻ്റെ ഫ്രണ്ട് തന്നെയാണ്, അവിടെ ഇതേപോലെ മെത്ത കെട്ടിയിട്ടിട്ട് റോഡിൽ കൊണ്ടിട്ട് അപ്പോൾ വണ്ടിയൊക്കെ വന്ന് ബ്രേക്ക് പിടിച്ച് ഭയങ്കര സീനായി. ആൾക്കാരൊക്കെ ഇറങ്ങി നോക്കി. അത് പിന്നെ ഒരു ഇഷ്യൂ ആയി. അത് പിന്നെ ഞങ്ങളത് പിന്നെ മാറ്റിയെടുത്ത്. അങ്ങനെ ഒരുപാട് പേടിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ ഒരു തമാശയായിട്ട് തോന്നി. പിന്നെ അത് മനസ്സിലായി ഇത് ഇച്ചിരി ഓവറായിരുന്നു, കൂടിപ്പോയി. അങ്ങനെ ഓർമ്മകളൊന്നും എനിക്കില്ല. ഇല്ല അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. ഏപ്രിൽ 1 പറ്റിക്കപ്പെട്ടില്ല. അതിന് പുറമെ എന്നും പറ്റിക്കല. ആ ഒരു ദിവസം പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ട്. എക്സാമിൻ്റെ ടൈമായിരുന്നു. എക്സാമിൻ്റെ ടൈമിൽ അന്ന് എക്സാം മാറ്റി വെച്ച് പറഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾ ന്യൂസ് കൊടുത്ത് ക്ലാസ് മൊത്തം. ഞങ്ങൾ 5 ആൾ മാത്രം പോയി എക്സാം എഴുതി, ബാക്കി ആരും ക്ലാസ്സിൽ വന്നില്ല. എന്നിട്ട് അതിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞങ്ങളെ കൂട്ടി. അപ്പൊ എന്തായാലും അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇനി എന്താണ്, ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ തന്നെയാണോ? അതെ, രാത്രിയാകുമ്പോൾ പോകും. ആരുടെ ചെലവാരതാണ്? അല്ല, ഈ ബാബുവേട്ടൻ ഇടക്കിടക്ക് നമ്മള് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്. യെസ്, ബാബുവേട്ടൻ വന്നിട്ട് നാട്ടിൽ കുറേ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇയാൾ ഗൾഫിലാണ്, സൈഫു. അപ്പോൾ വന്നിട്ട് ഞാൻ നാട്ടിലാണ്, എല്ലാവരും ഇപ്പോൾ അങ്ങനെ നടന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ബാബുവേട്ടൻ്റെ വീട്ടിൽ പോയി. ഉച്ചയ്ക്ക് പെട്ടെന്നുണ്ടായൊരു ട്രിപ്പായിരുന്നു. പെട്ടെന്ന് വന്ന് ബാബുവേട്ടനെ വിളിച്ച്, ബാബുവേട്ടൻ ഫ്രീ ആണ്, ഞങ്ങൾ പോന്ന് ബാബുവേട്ടൻ്റെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച്. ഇടക്കിടക്ക് നമ്മള് പറയാറുണ്ടോ എന്താണ് ബാബുവേട്ടാ ആണ് ബാബുവേട്ടാന്ന് ഞങ്ങൾ പല വട്ടം പറയുന്നുണ്ട്. എന്തിട്ട് വെറുപ്പിക്കലാണ് പെരുന്തമണ്ണ സ്ലാങ്. ഞാൻ സംസാരിക്കുന്ന സ്ലാങ് തന്നെയാണ് പെരുന്തമണ്ണ സ്ലാങ്. നിങ്ങളിത് എന്ത് വെറുപ്പിക്കലാണ്? മാറ്റണ്ട്. ആലപ്പുഴയിലോ പ്രത്യേകിച്ചൊന്നും ഇല്ല. കാര്യമായിട്ട് വടക്കൻ ജില്ലക്കാരെ കളിയാക്കാറ്. അപ്പോൾ തെക്കൻ ജില്ലക്കാരനായ അവനോട് ചോദിച്ചാൽ അറിയാം. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും തെക്കും വടക്കും എല്ലാരും കൂടിയിട്ട് നല്ലൊരു പാട്ട് ഓം ശാന്തി ഓശാനല്ലേ ഏതെങ്കിലും ഒരു നല്ല ലവ് സോങ്. അല്ല, അത് ഞാൻ വെച്ചുതരാം. ഞാൻ അതിന് മുന്നേ എനിക്ക് പാട്ട് കേൾക്കണോ? ഞാൻ പാടൂല്ലേ? കലാഭവന്റെ പാട്ട്, മണിയുടെ പാട്ട്. ആലപ്പുഴ ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന കാച്ചുള്ള ചിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്മീനോ പെണ്ണിന്റെ കൊട്ടിയിൽ വെറുപ്പിക്കലാണ് ബാബേട്ടാ. അത് ശരി, കൂടെ നിന്ന് പാട്ടും പാടി ഇനി വെറുപ്പിക്കൽ വേറെ പറയാം അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പം തന്നെ നിങ്ങളുടെ ഈ ആഘോഷം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. നല്ലൊരു സോങ് വെച്ചുതരാം. ഡെഡിക്കേഷൻ ഫാമിലി, ഫ്രണ്ട്സിന്, ഫേസ്ബുക്കിലെല്ലാം. എൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് ഉണ്ട് ഫ്രം കാലിക്കറ്റ്, അവൾക്ക് വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ആ പേര് പറയാത്ത സ്പെഷ്യൽ ഫ്രണ്ട്സ് കാലിക്കറ്റിലുള്ള ആ ഫ്രണ്ടിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ എല്ലാ FB ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട്സ് ഉണ്ട്, അതൊന്ന് പറഞ്ഞു. എൻ്റെ നിമ്നുവിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞില്ല ഡെഡിക്കേഷൻ അതൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സോങ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു സോങ്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി.
മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഒരിക്കൽ കൂടി പേര്? സായൂജ്, തനൂജ്, സ്നേഹപ്രഭ, ആര്യ, പ്രീതി. എല്ലാവരും കാലിക്കറ്റ് തന്നെയാണോ? എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറാണ്. എക്സാം കഴിഞ്ഞോ? കഴിഞ്ഞു. നാളെ ഒരു എക്സാം കൂടെ ഉണ്ട്, യൂണിവേഴ്സിറ്റി എക്സാം. എക്സാം ഒക്കെ കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. 3 വർഷം കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ്. ഇവർ MSc എല്ലാം നോക്കിക്കൊണ്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അപേക്ഷയ്ക്ക് അയച്ചുള്ള പരിപാടിയിലൊക്കെയാണ്. വീട്ടിൽ ഉറക്കം കിട്ടുന്നുണ്ടോ? വീട്ടിൽ പോയിട്ട് ഉറങ്ങുമ്പോൾ പഴയ ഫ്രണ്ട്സുകളൊക്കെ മിസ് ചെയ്യുന്ന അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസം ഹോസ്റ്റലിലും റൂമിലൊക്കെ ആയിട്ട് തന്നെ നിൽക്കാറ്. അപ്പോൾ അതൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ വെസ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ M.Tech ചെയ്യാം. ഞാൻ കുറച്ച് കാലം മുമ്പ് തൃശ്ശൂരായിരുന്നു. ഇപ്പം നാട്ടിലെത്തിയതിൻ്റെ സുഖമുണ്ട്. ഞാൻ ചെറുതായി വർക്ക് ചെയ്യുന്നു. നാഷണൽ സേവിങ്സിൻ്റെ ഏജൻ്റാണ്. +1 എക്സാം കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? സയൻസ്, ബയോളജി, ഹൗസ്. പറഞ്ഞെടുത്ത പേര് പറയും. മേടിച്ചോ? പറയൂ. ദയാപ്രശാന്ത്. നാണമായോ ഞാൻ ചോദിച്ചപ്പോ? ഒരു പാട്ട് പാടിയാവാം. പാട്ട് പാടി കൊടുക്കുക.
പാട്ട് പാടുമ്പോഴത്തേക്ക് പേടിച്ചു പോയി അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഏപ്രിൽ 1 ഇല്ല, പട്ടി കടിക്കൂല ആളുണ്ട് അവിടെ. ഏപ്രിൽ 1 ആവാറായി അല്ലേ? അപ്പോൾ ഏപ്രിൽ 1 അറിയാലോ എന്താ അതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഏപ്രിൽ ഫുൾ അങ്ങനെ എപ്പോഴെങ്കിലും ഫുൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഫുൾ ആക്കിയിട്ടുണ്ടോ? ഇല്ല, ഏപ്രിൽ ഫുൾ വരുമ്പോൾ രാവിലെ എങ്ങനെയാണെങ്കിലും അറിയും. അന്നെങ്കിൽ അമ്മ എങ്ങനെ വിളിച്ച് ഫുള്ളാക്കുന്ന സമയത്ത് പിന്നെ ബാക്കി വലിയ ഫുള്ളാവാൻ നിൽക്കാറില്ല. അപ്പോഴത്തേക്ക് നമ്മൾ അറിയും രാവിലെ ആകുമ്പോഴത്തേക്ക്. അങ്ങനെ ഫുള്ളായിട്ടില്ല, ഇതുവരായിട്ടില്ല. അല്ല സാധാരണ ജസ്റ്റ് വല്ല പാമ്പുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വല്ല പറയാന്നല്ലാണ്ട് അമ്മനാണ് ഫുള്ളാക്കും. അപ്പളേ അറിയത്തുള്ളൂ. പിന്നെ ഫ്രണ്ട്സ് ഫുള്ളാക്കുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും ഏപ്രിൽ ഫുള്ളാന്നുള്ളത്. അമ്മ ഫുള്ളാക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ടാവും. വല്ല തെങ്ങ് വീണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫുള്ളാവും. കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് അറിയും, സംഭവം അറിയും. പിന്നെ അങ്ങനെ ആവാറ് അല്ല, അപൂർവം ഫുള്ളായിട്ടുണ്ട്. പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളായിട്ടുള്ളത് അങ്ങനത്തെ പറഞ്ഞു ചിലപ്പോൾ നമ്മള് പി സൗണ്ട് ഇട്ടല്ലേ, പി ഇട്ട് കൊടുക്കേണ്ടി വരുമല്ലേ? കോളേജ് ഡേയ്സിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതിന് അത്രയ്ക്ക് റേറ്റിംഗ് ഉണ്ടാവുള്ളൂ. ചെറുപ്പകാലത്തൊക്കെ ഒരു വലിയ ഒരു സംഭവമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത്ര ഇങ്ങോട്ട് ഓർമ്മയുള്ള വല്ല രസകരമായിട്ടുള്ള ഫുള്ളാവല്ലേ? ചെറിയ പ്രായത്തിലൊക്കെ പിന്നെ കുറച്ച് ആളുകളൊക്കെ ഇതിന് ഗൗരവമായി കാണുന്ന ഒരു ഏപ്രിൽ 1 എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ നാട്ടിൻപുറത്തൊന്നും അത്ര കാണുന്നില്ല. ആ ഒരുക്കത്തിലൊക്കെ ആളുകൾ മരിച്ച വിവരമൊക്കെ എപ്പോഴും വിളിച്ചറിയിക്കുകയും പോയി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അതൊരു ഹരായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം പിന്നെ എന്തോ മക്കളെ ഫുള്ളാക്കാനുള്ള ഏറ്റവും വലിയ കാര്യമല്ലേ? ഇപ്പം അങ്ങനെയൊക്കെയാണ്. ആരാക്കിയിട്ടില്ല, അതിനൊന്നും ആയില്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫുള്ളായിട്ടുണ്ട്, ഫുള്ളാക്കിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇതാവുക നല്ലത്. അങ്ങനെയൊക്കെ നല്ല എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓ ഓക്കെ. അപ്പം എന്തായാലും മോള് എനിക്ക് പാട്ട് പാടി തരാന്ന് പറഞ്ഞപ്പത്തിന് ആകെ ചമ്മി പോയി. അപ്പം ഇനി ആരാ, ഒരു കോളേജ് സ്റ്റുഡൻസ് ആണോ അതോ +2 ആണോ +1 ആണോ, ആരാണ് പാടി തരുന്നത്? ഓൾഡ് പാട്ടുകൾ ഒരാരും പാടട്ടെ. ആയിക്കോട്ടെ, ഒരാരും പാടട്ടെ. മോള് പാടിയപ്പോ സൗണ്ട് നല്ല സൗണ്ട് ആണ്. അപ്പം എന്തായാലും അത് അമ്മ നന്നായിട്ട് പാടും അല്ലേ? ഇവർ രണ്ടാളും പാടും. ഡാൻസിന്റെ ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ പാട്ട് പരിപാടികളൊന്നും. ഞാൻ ഡാൻസ് ആടാൻ വേണ്ടി ഞാൻ പാട്ട് പാടും. അങ്ങനെയാണെങ്കിൽ ഡാൻസ് കളിക്കുമോ? പാട്ട് ഇപ്പൊ എന്താ പാടുക? രക്ഷയില്ല, രണ്ടുപേര്. വലിയ കുഴപ്പമില്ലാണ്ട് ഇനി അത് അതിന്റെ മുകളിൽ ചിലപ്പോ കുഴപ്പമില്ല, തിരിച്ചാ കോളേജിൽ പോണില്ലല്ലോ. അടുത്ത 50 കൊല്ലം ഞാൻ ചിലപ്പോ അതിന്റെ മുകളിലാക്കി അനുഭവിക്കേണ്ടി വരാം. വേറെ കാര്യണ്ട്, നമ്മളെ ചന്ദ്രലേഖ കയറി ഇട്ടേത് ഓർമ്മയില്ലേ? ചന്ദ്രലേഖ യൂട്യൂബിൽ കയറിയിട്ട് പാട്ട് പാടിയിട്ട് അതുപോലൊക്കെ പാടി. പിന്നെ കഴിവുള്ളവരല്ലേ? അല്ല, ആ കഴിവ് ഇതേപോലെ ഒരാള് വെറുതെ പറഞ്ഞപ്പോ പാടിയതാണ്. അപ്പൊ ആ കഴിവുണ്ടോന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഞാൻ അല്ലാണ്ടൊക്കെ ബാത്റൂം സിംഗ് അതുണ്ടോ ഇല്ലെന്ന് നമ്മൾ പിന്നെ തീരുമാനിക്കാം. ട്രൈ ചെയ്യും. ഏതൊരു പാട്ട് പറഞ്ഞേ, ഏതൊരു പാട്ട് ഏതോ പാട്ട് ഇത് പറ. ബീച്ചല്ലേ നമുക്ക്, അന്തിക്കടപ്പുറത്ത് പാടാ. ആയിക്കോട്ടെ. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്? ഞാനല്ല, പരുന്തല്ല, തുഴകളല്ല, ചെമ്മാനം പാടണ തോറയരയൻ, അങ്ങേ കടപ്പുറത്തണ്ടിയുറങ്ങാൻ മൂപ്പര് പോണതാണ്. ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. നല്ലൊരു സോങ് ഞാൻ പ്ലേ തരാം. ഡെഡിക്കേഷൻ പറയുള്ളൂ ആർക്ക് വേണ്ടിയിട്ട്? ഫാമിലി മെമ്പേഴ്സിന്, ആരെയും കണ്ടോണ്ടിരിക്കണ എല്ലാവർക്കും. ഓക്കെ. അപ്പം എന്തായാലും ഇവർ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയാണ് സോങ് ചോദിച്ചിരുന്നത്. നല്ലൊരു സോങ്. स्वदेश है तेरा, तुझे है पुकारा, ये वो बंधन है जो कभी टूट नहीं सकता, मिट्टी की है जो खुशबू तू कैसे भुलाएगा, तू चाहे कहीं जाए तू लौट के आएगा, नई नई राहों में दबी दबी आहों में
तुझे है पुकारा, ये वो बंधन है जो कभी टूट नहीं सकता। तुझसे जिंदगी है ये कह रहे सब तो पा लिया, अब है क्या कमी। यूं तो सारे सुख है बरसे, पर दूर तू है अपने घर से। आ लौट चल तू अब दीवाने, जहाँ कोई तो तुझे अपना माने। आवाज दे तुझे बुलाने वही देश, ये जो देश है तेरा, स्वदेश है तेरा। तुझे है पुकारा,